നമസ്തേ ഫ്രണ്ട്സ്. മക്കാവിലെ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഇതാണ് ഞങ്ങളുടെ പുതിയ ടൂർ ഗൈഡ്. ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്ത് ഇന്നത്തെ ഡെസ്റ്റിനേഷനിലോട്ട് യാത്ര തിരിച്ചു. ഇതാണ് കൊട്ടായി സ്ട്രിപ്പ്. ലോകത്തിലെ പ്രശസ്തമായ കാസിനോ റിസോർട്ട് മേഖലയായിട്ടാണ് മക്കാവുവിലെ കൊട്ടായി സ്ട്രിപ്പ് അറിയപ്പെടുന്നത്. ഇവിടെ വലിയ ആഡംബര ഹോട്ടലുകളും കാസിനോകളും ഷോപ്പിംഗ് സൈറ്റും ഫുഡ് സ്റ്റോളും ഒക്കെ കാണാം. വെനീഷ്യൻ, പാരിഷ്യൻ, ഗാലക്സി തുടങ്ങിയ ലോകോത്തര റിസോർട്ടുകൾ ഇവിടെ കാണാം. ഞങ്ങൾ ഇന്ന് ഇവിടെ വെനീഷ്യനാണ് തിരഞ്ഞെടുത്തത്. ഇത് ഇറ്റാലിയൻ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുകയാണ്. ചുറ്റും ഷോപ്പിംഗ് മാളും ഫുഡ് ഷോപ്പുകളും കാണാം. മുകളിൽ ആകാശം പോലെ കാണുന്ന കൃത്രിമ നീലവാതിൽപ്പുറം, കുറുകെ ഒഴുകുന്ന കനാലിൽ ചെറിയ തോണികളും കാണാം. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഒരു സ്വപ്നലോകം പോലെ തോന്നും. എല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ബസ്സിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയി. ബസ്സിൽ നിന്ന് പുറത്തോട്ട് നോക്കി യാത്ര ആസ്വദിച്ചു. എന്ത് മനോഹരമാണ് പുറത്തെ കാഴ്ചകൾ കാണാൻ. അങ്ങനെ അടുത്ത സൈറ്റിലെത്തി. ഇതാണ് റൂയിൻസ് ഓഫ് സെന്റ് പോൾസ്. 1602 നിർമ്മിച്ചതാണിത്. പിന്നീട് മക്കാവു ടവർ സ്കൈ പാർക്കിലോട്ട് പോയി. 338 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച ടവറാണിത്. ടോപ്പിൽ നിന്നും താഴോട്ട് നോക്കിയാൽ മുഴുവൻ മക്കാവു നഗരവും സൗത്ത് ചൈനയും കാണാം. സാഹസിക വിനോദമായ സ്കൈ വാക്ക്, ബംഗി ജംപ്, സ്കൈ ജംപ്, ടവർ ക്ലൈംബ് എല്ലാം ഇവിടെയുണ്ട്. പിന്നീട് ഞങ്ങൾ അമാ ടെമ്പിളിലോട്ട് പോയി. മക്കാവുയുടെ തെക്കു ഭാഗത്താണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. 1488 നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ സഞ്ചാരികൾക്ക് ശാന്തമായ ആത്മീയ അന്തരീക്ഷവും പാരമ്പര്യ കലയും കാണാൻ കഴിയും. എല്ലാം ചുറ്റിക്കണ്ട് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലോട്ട് മടങ്ങി. ഇന്നത്തെ യാത്രാവിശേഷം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.